ഷാഫി പറമ്പിലിന്റെ ആരോപണം തള്ളി സിഐ അഭിലാഷ് ഡേവിഡ്. തനിക്ക് അവിടെ ആയിരുന്നില്ല ഡ്യൂട്ടി. കറുത്ത ഹെൽമറ്റ് ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിയെ മർദ്ദിച്ചത്. താൻ ധരിച്ചത് കാക്കി ഹെൽമറ്റാണ്. തന്നെ പുറത്താക്കിയിട്ടില്ല, സസ്പെൻഷനായിരുന്നുവെന്നും അഭിലാഷ് ഡേവിഡ് പറഞ്ഞു. അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല എന്നാണ് ആഭ്യന്തര വകുപ്പും വിശദീകരിക്കുന്നത്. ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുള്ളതായും രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്നെയാണോ മർദ്ദിച്ചത്? ആ സമയത്ത് ആക്ഷൻ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആക്ഷൻ ഇല്ലായിരുന്നു. അന്ന് വേറെ ഡ്യൂട്ടിയായിരുന്നു, ബസ് സ്റ്റാൻഡിലായിരുന്നു. ഈ UDF ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടില്ല. ഇല്ല. അപ്പൊ ഇവര് ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണ് മർദ്ദിച്ച എന്ന് പറയുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടാണ് പറഞ്ഞത്. വീഡിയോയിൽ എന്നെ കാണിക്കുന്നില്ല, സ്റ്റിൽ ഫോട്ടോയിലേ കാണിക്കുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ടല്ലോ അവിടെ. നിങ്ങൾ ആ ഭാഗത്ത് UDF നമുക്ക് ഓരോ പോയിന്റ് നമ്മൾ അവിടെ നിൽക്കും. പിന്നെ ഈ സസ്പെൻഷൻ ആയിരുന്നു ശരിക്കും പുറത്താക്കലായിരുന്നു? പുറത്താക്കി വന്ന് വാർത്ത എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. സസ്പെൻഷൻ. ഇത് എപ്പോഴായിരുന്നു സസ്പെൻഷൻ നടപടി? എത്ര നാളുണ്ടായിരുന്നു? 22 മാസം. അത് നേരെ വടകരയിലേക്ക് തന്നെയാണോ വന്നത്? അതെ. ഈ CPM ബന്ധം ഉണ്ടായിരുന്നു, CPM ഗുണ്ടയാണെന്നൊക്കെയാണ് ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നത് വാർത്താ സമ്മേളനത്തിൽ. ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാം? വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഷാഫി പറമ്പിൽ ഉന്നയിച്ചത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അതിന് മറുപടിയായി അഭിലാഷ് ഡേവിഡ് പറയുന്നത് തനിക്ക് ആ സമയത്ത് ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഷാഫി പറമ്പിൽ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നും സ്റ്റില്ലിൽ നിന്നും ആ മുഖം വ്യക്തമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ 2023 പിരിച്ചുവിട്ടതാണ്. പക്ഷെ അത് അന്ന് നടപടി എടുത്തിരുന്നു, പക്ഷെ പിന്നീട് സർവീസിൽ കയറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ ഷാഫി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വിരുദ്ധമായാണ് അഭിലാഷ് ഡേവിഡ് പ്രതികരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഷാഫി പറമ്പിൽ ഉന്നയിച്ച ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാണ്. കാരണം ഈ സംഘർഷമുള്ള സമയത്ത് അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതേസമയം ഈ UDF പ്രവർത്തകരൊക്കെ നിൽക്കുന്ന സ്ഥലത്തല്ല, ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു അദ്ദേഹത്തിന് ഡ്യൂട്ടി. തനിക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്യൂട്ടി നൽകിയാൽ അവിടെയാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ താൻ ആ ഭാഗത്തേക്കോ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല, മർദ്ദിച്ചില്ല. അവിടെ നൽകുന്ന വീഡിയോയിൽ കാണിക്കുന്നത് ഷാഫി പറമ്പിൽ കാണിച്ചതായിട്ട് ഒരു കറുത്ത ഹെൽമെറ്റ് ഇട്ട ആൾ മർദ്ദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തന്റെ സ്റ്റില്ല് കാണിക്കുന്നുണ്ട്. അതേസമയം ആ വീഡിയോയിൽ അത് വ്യക്തമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല തന്നെ പുറത്താക്കിയിട്ടില്ല, പോലീസിന് പുറത്താക്കിയിട്ടില്ല. 22 മാസം സസ്പെൻഷൻ കാലാവധിയായിരുന്നു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതിന് ശേഷം താൻ വടകരയിലേക്ക് ജോയിൻ ചെയ്തു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPM ബന്ധത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം താനെന്ത് പറയാനെന്ന് പറഞ്ഞ് അതിനെ ആ ഒരു ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും ഷാഫി പറമ്പിലിന്റെ ആരോപണങ്ങളെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. അതേസമയം അവിടെ അദ്ദേഹത്തിന് ആ സ്ഥലത്തായിരുന്നില്ല, ബസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ദൃശ്യങ്ങൾ വ്യക്തമാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ സ്ഥിരീകരിക്കാൻ ഷാഫിക്ക് കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിയുള്ള ആൾ എങ്ങനെയാണ് ഇവിടെ വന്ന് മർദ്ദിച്ചതെന്ന ചോദ്യം കൂടി കുറച്ചുകൂടി പിന്നെ ഒരു ഗൗരവമായി ഉയരുകയും ചെയ്യും. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.